ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അന്ന് നടപ്പാക്കിയ ഓപ്പറേഷൻ സുരക്ഷ എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് ഗുണ്ടകളെയും സാമൂഹ്യ വിരുദ്ധന്മാരെയുമാണ് അന്ന് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് നൂറുകണക്കിന് ആളുകളുടെ പേരുകൾ കണ്ടെത്തി ലിസ്റ്റിൽ പെടുത്തിയിട്ടും നാമമാത്രമായ ആളുകളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുകയോ പിന്തുടരുകയോ ചെയ്തത്. ഇതിന്റെ ഫലമായി കേരളത്തിൽ ഇന്ന് ഗുണ്ടാ വിളയാട്ടം സർവ്വവ്യാപിയായി മാറിയിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് ഗുണ്ടകളുടെ അക്രമങ്ങളാണ്. ഗുണ്ടകളും ലഹരി മാഫിയയും ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് പോലീസിന് കഴിയാതെ വരുന്നു? പോലീസ് എന്തുകൊണ്ട് നിഷ്ക്രിയമാകുന്നു? അപ്പൊ പോലീസ് ഗുണ്ട രാഷ്ട്രീയ കൂട്ടുകെട്ടുകളാണ് ഇത്തരം സംഭവങ്ങൾ വ്യാപകമാകാനുള്ള കാരണം. അറിയപ്പെടുന്ന ഗുണ്ടകളെല്ലാം ഇപ്പോൾ ജയിലിന് പുറത്താണ്. ഓരോ സ്റ്റേഷൻ അതിർത്തിയിലും സാമൂഹ്യ വിരുദ്ധരെന്ന് അറിയപ്പെടുന്ന ആളുകളുടെ പേരുകൾ ഉണ്ടായിട്ടും അവരെ ആരെയും ചോദ്യം ചെയ്യാനോ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ശ്രമിക്കുന്നില്ല എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. അപ്പൊ പോലീസും ഗുണ്ടകളും രാഷ്ട്രീയ പാർട്ടികളും ലഹരി മാഫിയയും ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടുകെട്ട് കേരളത്തിൽ ക്രമസമാധാന നില ഇന്ന് തകർക്കുകയാണ്. ഇന്ന് മൂന്നാഴ്ചയോളമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി വിദേശ പര്യടനത്തിൽ. ഇത്രയും സംഭവങ്ങൾ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിട്ടും അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചു വന്നിട്ടും ഒരു നടപടിയും സ്വീകരിക്കാനുള്ള ബദൽ സംവിധാനം പോലും അദ്ദേഹം ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഗൗരവതരമായ ഒരു വിഷയം തന്നെയാണ്. അപ്പൊ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസായ കേരള പോലീസിനെ പരിപൂർണമായും ഇന്ന് ഇവർ നിർവീര്യമാക്കിയിരിക്കുകയാണ്. രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം പോലീസിന് ഒരു സ്ഥലത്തും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഗുണ്ടാ മാഫിയ ബന്ധങ്ങൾ ഭരണകക്ഷിക്കാർക്കുള്ളത് കൊണ്ടാണ് അവരെ ആരെയും പിടിക്കാൻ കഴിയാത്തത്. അപ്പൊ ഭരണകക്ഷിയുടെ ഇടപെടൽ കാരണം പോലീസിന് ഗുണ്ടകളെ നിയന്ത്രിക്കാനോ നിലനിർത്താനോ അവരെ നിലയ്ക്ക് നിർത്താനോ കഴിയാത്ത അവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു. ഇവിടെയാണ് ഇന്ന് കേരളത്തിന്റെ ക്രമസമാധാന നില വലിയ തോതിലുള്ള തകർച്ചയെ നേരിടുന്നതായി വന്നിരിക്കുന്നുവെന്ന് പറയേണ്ടി വരുന്നത്. മുൻ ഒരിക്കലും കാണാത്ത ലഹരിയുടെ സാന്നിധ്യം ഇന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വ്യാപകമായ തോതിൽ മഹാനഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ പോലും ഇന്ന് ലഹരിയുടെ സ്വാധീനം വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് മയക്കുമരുന്ന് കേന്ദ്രങ്ങൾ വ്യാപകമാകുന്നു, കൊട്ടേഷ സംഘങ്ങൾ വ്യാപകമാകുന്നു, ഗുണ്ടാ സംഘങ്ങളും കാപ്പയിൽ പ്രതിചേർക്കപ്പെട്ടിട്ടുള്ള ആളുകളും ചേർന്നുകൊണ്ട് ജനങ്ങളുടെ സമാധാന ജീവിതം ഇല്ലാതാക്കുന്ന ഭീകരമായ ഒരവസ്ഥയിലേക്ക് കേരളം മാറുകയാണ്. ഇന്ന് ഈ വർഷം ഇതുവരെ 142 കൊലപാതകങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ ഭൂരിഭാഗവും ലഹരിയുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങളാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് 1880 ഗുണ്ടകളുടെ കരിമ്പട്ടിക തയ്യാറാക്കിയെങ്കിലും 170 പേരെയാണ് ഇതുവരെ പിടിച്ചത്. എന്തുകൊണ്ട് ബാക്കിയുള്ളവരെ പിടിക്കുന്നില്ല? ഭരണസ്ഥിരാ കേന്ദ്രമായ തലസ്ഥാനത്ത് പോലും വ്യാപകമായ ഗുണ്ടകളുടെ അക്രമങ്ങൾ ഉണ്ടാകുന്നുള്ള റിപ്പോർട്ടുകളാണ്. എന്തുകൊണ്ട് ഇവയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് DGP ആഭ്യന്തരമന്ത്രി ആയ മുഖ്യമന്ത്രി സ്ഥലത്തില്ല? പക്ഷേ ഇവിടെ
DGP എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ടോ? അദ്ദേഹത്തിന് എന്താ ജോലി? അദ്ദേഹത്തിന് എന്ത് പ്രവർത്തനം എന്താണ്? DGP ആയിരിക്കുന്ന ആളിനെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതാണ്. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ സർവീസിലുള്ള ആളാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല? DGPയുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയാണോ? എന്തുകൊണ്ട് ആക്ട് ചെയ്യുന്നില്ല? അപ്പോൾ വളരെ വ്യാപകമായ തോതിലുള്ള ഗുണ്ടാക്രമങ്ങളും റൗഡികളുടെ ശല്യവും കാരണം ജനങ്ങൾക്ക്, സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഇടപെടൽ കാരണം ജനങ്ങൾക്ക് ഭയം കൂടാതെ കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അടിയന്തരമായി ഈ ഗുണ്ടകളെ നിയന്ത്രിക്കാനും സാമൂഹ്യ വിരുദ്ധ ശക്തികളെ അമർച്ച ചെയ്യാനും ഗവൺമെന്റ് മുന്നോട്ട് വരണം. ഓപ്പറേഷൻ സുരക്ഷ എന്ന കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്ത് നടപ്പാക്കിയ ഫലപ്രദമായ പദ്ധതി വീണ്ടും ആരംഭിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത് +1 പരീക്ഷയെ സംബന്ധിച്ചാണ്. +1 പ്രവേശനത്തെ സംബന്ധിച്ചാണ്. +1 പ്രവേശനം കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് ആശങ്കയിലാണ്. അത് മലപ്പുറം ജില്ലയിലും മലബാറിലും മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത് കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ട് ഇക്കുറിയും പുതുതായി ബാച്ചുകൾ അനുവദിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. അല്ലെങ്കിൽ ഈ കുട്ടികൾ എങ്ങനെ പഠിക്കും? എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ കുട്ടികൾക്ക് പോലും പ്രവേശനം കിട്ടാത്ത അവസ്ഥ നിലനിൽക്കുകയാണ്. മലപ്പുറത്തും മലബാറിന്റെ വിവിധ പ്രദേശങ്ങളിലും ഉള്ളതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഈ തിരുവിതാംകൂറിലും കൊച്ചിയിലും എല്ലായിടത്തും കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഇതുപോലെയുള്ള പ്രശ്നം നിലനിൽക്കുകയാണ്.